ഹലോ ഗൈസ്, ഹാർട്ട് അറ്റാക്കും കാർഡിയക് അറസ്റ്റും ഒന്നല്ലാതെ നമ്മൾ കണ്ടുല്ലേ. അപ്പം എന്തൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ? അത് നമുക്കൊന്ന് കണ്ടാലോ. എനിക്കറിയുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. മെയിനായിട്ട് നെഞ്ചുവേദന കോമൺ ആയിട്ട് എല്ലാവർക്കും കണ്ടുവരുന്നതാണ്. പിന്നെന്താ, നെഞ്ചിൻ്റെ ഇടതുഭാഗത്ത് അല്ലെങ്കിൽ നടുഭാഗത്ത് അമർത്തുന്ന പോലെയുള്ള വേദന, ഇടത് കൈയുടെ ഉൾഭാഗത്ത് പരക്കുന്ന പോലുള്ള വേദന, പെട്ടെന്ന് വിയർക്കുന്നു, അതായത് നെഞ്ചുവേദന വരുമ്പോൾ പെട്ടെന്ന് നന്നായി വിയർക്കുന്നത്, ക്ഷീണം, മെമ്മറി ലോസ്, കൈകാൽ കഴപ്പ്, നെഞ്ചെരിച്ചിൽ, ചില ആളുകളിൽ കാണുന്നത് ഗ്യാസിൻ്റെ പോലത്തുള്ള വേദനയായിരിക്കും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാം നെഞ്ചെരിച്ചിൽ, നെഞ്ചുവേദന എല്ലാം ഗ്യാസിൻ്റെ പെയിനല്ല. നമുക്ക് അങ്ങനെ തോന്നുമ്പോൾ ഒരു നെഞ്ചെരിച്ചിൽ വന്നു, നമ്മൾ സാധാരണ ചെയ്യുന്നത് ഗ്യാസിൻ്റെ ഗുളിക എടുത്ത് കഴിക്കും. അത് ഗ്യാസിൻ്റെ പെയിനാണ്, കുഴപ്പമൊന്നുമില്ല, അത് കുറച്ചു നേരം കഴിയുമ്പോൾ മാറും. അങ്ങനെ ആരും ചിന്തിക്കരുത്. പോയാൽ കുറച്ച് പൈസയെ പോവുള്ളൂ, പക്ഷെ നമുക്ക് കിട്ടുന്നതോ നമ്മുടെ ജീവനായിരിക്കും. ഒരു നെഞ്ചരിച്ചിൽ വന്നു, ഡോക്ടറെ പോയി കാണുന്നത് കൊണ്ട് ഒരു കുഴപ്പവും സംഭവിക്കുന്നില്ല, അല്ലേ? എല്ലാവരിലും ഈ ലക്ഷണം തന്നെ കാണിക്കണം എന്നില്ല കേട്ടോ. ഡയബറ്റിക് പേഷ്യൻ്റ് ചിലപ്പോൾ ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. ലക്ഷണങ്ങൾ കണ്ടുല്ലേ, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇത് വരാനുള്ള കാരണം എന്തൊക്കെയാ? എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ പുകവലിക്കുന്ന ഒരാളാണോ എങ്കിൽ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല കേട്ടോ പുകവലി കൊണ്ട് വരുന്നത്, മറ്റ് പല രോഗങ്ങളും, ക്യാൻസർ, അങ്ങനെ മറ്റ് പല രോഗങ്ങളും പുകവലി കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. ഡയബറ്റിക്, ഹൈപ്പർ ടെൻഷൻ, അബ്നോർമലായിട്ടുള്ള കൊളസ്ട്രോൾ, പുകവലി, മെനോപോസ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ചിലപ്പോൾ പാരമ്പര്യം കൊണ്ടും ഹാർട്ട് അറ്റാക്ക് വരാം. അപ്പോൾ പുകവലിക്കുന്നവർ ശ്രദ്ധിച്ചോളൂ, ഹാർട്ട് അറ്റാക്ക് വരാൻ നിങ്ങൾ തന്നെ ഒരു കാരണമാവരുത്.